നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ കഥ ആരംഭിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ വട്ടവിള എന്ന കൊച്ചു ഗ്രാമത്തിലെ പോണാലേത്ത് വീട്. അവിടുത്തെ ഗൃഹനാഥനായിരുന്നു മാധവൻ ഉണ്ണിത്താൻ. അദ്ദേഹത്തിന് ഒരു 55 വയസ്സ് പ്രായം കാണും. ഭാര്യ ഭാരതി കുഞ്ഞമ്മ. അവർക്കൊരു 50 വയസ്സും പ്രായം കാണും. ഇപ്പോൾ ആ പഴയ പ്രതാപമൊന്നുമില്ല. എങ്കിലും കുറെ സ്വത്തുക്കൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബന്ധുക്കൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. സ്കൂളിൽ ഹെഡ്മാസ്റ്ററായ ഉണ്ണിത്താനും അതേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഭാര്യയ്ക്കും ഇതുവരെ കുട്ടികളൊന്നുമായിട്ടില്ല. അവർക്ക് കുട്ടികളില്ലാത്തത് ആരുടെ കുഴപ്പം കൊണ്ടാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഉണ്ണിത്താൻ സാറിന് കുട്ടികളില്ലാത്ത നിരാശ കൊണ്ടാകാം ആളും മെലിഞ്ഞുണങ്ങി ആകെ ക്ഷീണിതനായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഭാരതിയമ്മ ടീച്ചർ നേരെ തിരിച്ചാണ്. കൊഴുത്ത് തടിച്ച് ആര് കണ്ടാലും തിരിഞ്ഞു നിന്നൊന്ന് നോക്കിക്കളയും. അത്രയ്ക്കുണ്ട് ടീച്ചറിന്റെ ഓരോ അങ്കലാവണ്യവും. അങ്ങനെ അവർ ഒരു കാര്യം തീരുമാനിച്ചു. ഒരു കുട്ടിയെ ദത്തെടുക്കാം. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഒരു അനാഥ മന്ദിരത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ അവർ ദത്തെടുത്തു. 20 വയസ്സുള്ള റാം. അവന്റെ ഒറിജിനൽ പേര് രാമൻ എന്നായിരുന്നു. നല്ല ചുറുചുറുക്കുള്ള ഒരു പയ്യൻ. അനാഥ മന്ദിരത്തിലെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് കാറിൽ റാമിനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയ ശേഷം കാറിന്റെ പിൻസീറ്റിൽ മുഖം താഴ്ത്തിയിരിക്കുന്ന റാമിനെ ഭാരതി കുഞ്ഞമ്മ ഡോർ തുറന്ന് പുറത്തേക്ക് വിളിച്ചു. കയ്യിലൊരു ട്രങ്ക് പെട്ടിയുമായി ഇറങ്ങിയ റാം തന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന മണിമാളികയിലേക്കൊന്ന് നോക്കി. ബാ മോനെ, കയറി ബാ. ഭാരതി കുഞ്ഞമ്മ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. അവൻ അവരുടെ പുറകെ നടന്നു. ഉണ്ണിത്താനും കാർ പാർക്ക് ചെയ്ത ശേഷം അവരുടെ ഒപ്പം അകത്തേക്ക് നടന്നു. ഹാളിലേക്ക് കയറി ഹാളിലിട്ടിരിക്കുന്ന സോഫയിൽ അവനെ പിടിച്ചിരുത്തി. ഉണ്ണിത്താനും അവന്റെ ഒപ്പം സോഫയിലേക്ക് ഇരുന്നു. രണ്ടുപേരുടെയും നടുവിലിരുന്ന പയ്യൻ പേടിച്ച് തലയും കുമ്പിട്ടിരുന്നു. കുഞ്ഞമ്മ അവന്റെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തിയ ശേഷം ചോദിച്ചു, മോൻ എന്തിനാടാ പേടിക്കുന്നേ? നിന്റെ അച്ഛനും അമ്മയും അല്ലയോ ഞങ്ങൾ? കുഞ്ഞമ്മ അവന്റെ മുടിയിഴകൾ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവൻ പറഞ്ഞു, ഒന്നുമില്ല. എനിക്ക് അവിടുന്ന് പോന്നപ്പോൾ എന്തോ ഒരു വിഷമം പോലെ. അവന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, മോൻ ഇനി വിഷമിക്കണ്ട. ഇനി നിനക്ക് ഞങ്ങളുണ്ട്. പോരെങ്കിൽ നിനക്ക് വല്ലപ്പോഴും അവിടെ പോകാമല്ലോ. ഉണ്ണിത്താൻ അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. കുഞ്ഞമ്മ അവന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഞാൻ സ്കൂൾ വരെ ഒന്ന് പോയിട്ട് വരാം. അവന് മുകളിലത്തെ മുറി കാണിച്ചുകൊട്. അതും പറഞ്ഞ് ഉണ്ണിത്താൻ പുറത്തേക്ക് ഇറങ്ങി. ഭാരതി കുഞ്ഞമ്മ റാമിനെയും കുട്ടി മുകളിലത്തെ നിലയിലേക്ക് പോയി. അവന്റെ സാധനങ്ങളൊക്കെ മുകളിലത്തെ മുറിയിലെ അലമാരയിൽ എല്ലാം അടുക്കി വെച്ചു. അതിനുശേഷം അവൻ കട്ടിലിൽ കയറി കിടന്നു. കുഞ്ഞമ്മ താഴേക്കും പോയി. കുറച്ചു കഴിഞ്ഞ് വാതിലിൽ മുട്ടുകേട്ട് റാം ചെന്ന് കതവ് തുറന്നു. കയ്യിൽ കുറച്ച് ഡ്രസ്സുമായി കുഞ്ഞമ്മ. അവർ ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി. അവന്റെ ബെഡിൽ കയറിയിരുന്നു. കയ്യിലിരുന്ന ഡ്രസ്സ് ബെഡിന്റെ സൈഡിലേക്ക് വെച്ചു. അപ്പോഴാണ് അവൻ കുഞ്ഞമ്മയെ നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. ഒരു കശവും മുണ്ടും ബ്ലൗസുമാണ് കുഞ്ഞമ്മയുടെ വേഷം. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. മോൻ കുളിച്ചേച്ചി മുണ്ടെടുത്തു കൊടുക്ക് കേട്ടോ. കുഞ്ഞമ്മ താഴേക്ക് പോയി. അവൻ പോയി കുളിച്ച് ഫ്രഷായി അതിൽ നിന്നൊരു മുണ്ടും എടുത്തുകൊടുത്ത് താഴേക്കുള്ള പടി ഇറങ്ങി അടുക്കളയിലേക്ക് നീങ്ങി. അവൻ കുഞ്ഞമ്മയുടെ അടുത്ത് ചെന്ന് ഒരു വിറയലോടെ അമ്മയെന്ന് വിളിച്ചു. ആ വിളി കേട്ട് കുഞ്ഞമ്മ തിരിഞ്ഞു നോക്കി. തന്റെ മുമ്പിൽ നിൽക്കുന്ന ആ സുന്ദരനായ യുവാവിനെ കണ്ട് ഭാരതി കുഞ്ഞമ്മ അവനെ അടിമുടി ഒന്ന് നോക്കി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാ മോൻ ഇവിടെ വന്നിരിക്കെ. മോൻ ഇപ്പോൾ ചോറ് തരാം. കുഞ്ഞമ്മ അവന് ചോറ് കൊടുക്കാനും മറ്റും പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. തൊട്ടടുത്തിരുന്ന് അവൻ അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. കുഞ്ഞമ്മ അവന് ഒരു പാത്രത്തിൽ ചോറും കറികളും വിളമ്പി ഡൈനിങ് ഹാളിൽ ടേബിളിൽ കൊണ്ടുവച്ചു കൊടുത്തു. മോൻ കൈ കഴുകിയിട്ട് ചെന്ന് ചോറെടുത്ത് കഴിക്കേ. അവൻ എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിനരികിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഉണ്ണിത്താനും വന്നു. ഉണ്ണിത്താൻ വന്നപ്പോൾ കണ്ടത് റാമിനെ ഇരുത്തി ചോറൂട്ടിക്കുന്ന കുഞ്ഞമ്മയെയാണ്. ഉണ്ണിത്താന് സന്തോഷമായി. ഇത്രയും കാലം ഒരു കുട്ടിയില്ലാതെ വിഷമിച്ചിരുന്ന തന്റെ സഹധർമ്മിണിക്ക് ഇപ്പോൾ എന്ത് ആശ്വാസമായി കാണും. അയാൾ ഓർത്തു. അവൻ ആസ്വദിച്ച് ആഹാരം കഴിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ണിത്താന്റെയും മനസ്സ് നിറഞ്ഞു. അങ്ങനെ ഉണ്ണിത്താനും കൈ കഴുകി ഡൈനിങ് ടേബിളിനരികിൽ വന്നിരുന്നു. കുഞ്ഞമ്മ ഉണ്ണിത്താനും ചോറ് വിളമ്പിക്കൊടുത്തു. അമ്മയുടെയും മകന്റെയും വാത്സല്യമെല്ലാം കണ്ട ഉണ്ണിത്താന് അഭിമാനം തോന്നി. ഈ വയസ്സാം കാലത്ത് തന്നെ അച്ഛ എന്ന് വിളിക്കാൻ തനിക്കൊരു മകനെ തന്ന ദൈവത്തിന് അയാൾ നന്ദി പറഞ്ഞു. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു.
അവൻ എത്ര പെട്ടെന്നാണ് തങ്ങളോട് ഇണങ്ങിച്ചേർന്നത് അയാൾ ഓർത്തു. അവനും തങ്ങളെപ്പോലെ സ്നേഹം അന്വേഷിച്ച് നടന്ന ഒരുവനായിരിക്കും. ഒരുപാട് അടുത്തു കഴിഞ്ഞപ്പോൾ മിക്കപ്പോഴും കുഞ്ഞമ്മ രാമന്റെ മുറിയിലായിരുന്നു കിടന്നിരുന്നത്. ഉണ്ണിത്താനും അതിൽ സന്തോഷവാനായിരുന്നു. കാരണം അവനെ കുഞ്ഞിലേ മുതൽ അവൾക്ക് താലോലിക്കാനുള്ള ഭാഗ്യം ഇല്ലാതെ പോയല്ലോ. അതുകൊണ്ട് അവളുടെ ആഗ്രഹത്തിന് സന്തോഷിക്കട്ടെ. ഒരു ദിവസം കുഞ്ഞമ്മ രാമനോട് പറഞ്ഞു, എന്റെ മോന്റെ കാര്യങ്ങളെല്ലാം ഈ അമ്മയ്ക്ക് അറിയണം. നീ എന്റേത് മാത്രമാകണം. അവൻ കുഞ്ഞമ്മയൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, പറയാൻ മാത്രമൊന്നും ഇല്ലമ്മേ. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ആ അനാഥമന്ദിരത്തിലാണ്. ആരൊക്കെയോ വളർത്തി, ആരൊക്കെയോ ഭക്ഷണം തന്നു. സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലമ്മേ. ഇപ്പോഴാണ് എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടായത്. അവന്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ ആ വെളുത്ത കവിൾത്തടങ്ങളിലൂടെ ഒഴുകി. ഭാരതി കുഞ്ഞമ്മ അവനെ ചേർത്ത് പിടിച്ചു. ഈ നിമിഷങ്ങൾ അവസാനിക്കാതിരുന്നെങ്കിൽ എന്നവന് തോന്നിപ്പോയി. ഇനി മോൻ പേടിക്കണ്ട കേട്ടോ. ഇനി മോൻ പേടിക്കുകയും വേണ്ട, വിഷമിക്കുകയും വേണ്ട. ഇനി നിനക്ക് ഞങ്ങളുണ്ട്. കുഞ്ഞമ്മ അവന്റെ കവിളിൽ തലോടി. നിന്നെ ആരെങ്കിലും തിരക്കി വന്നാൽ നീ ഞങ്ങളെ ഇട്ടേച്ചു പോകുമോ? ഇല്ല. ഇനി ആരൊക്കെ എന്നെ തിരക്കി വന്നാലും ഞാൻ അമ്മയെ വിട്ട് ഇവിടെ നിന്ന് പോകത്തേയില്ല, സത്യം. അത് കേട്ട് ഭാരതി കുഞ്ഞമ്മയുടെ മനസ്സ് നിറഞ്ഞു. കുഞ്ഞമ്മ അവനെ ഒന്ന് നോക്കി പുഞ്ചിരി തൂകി. മതിയടാ മോനെ അമ്മയ്ക്ക്. അത് കേട്ടാൽ മാത്രം മതി. ഇന്ന് ഞാൻ എന്റെ മോന്റെ കൂടെയാണ് കിടക്കുന്നത്. ഭാരതി കുഞ്ഞമ്മ ചിരിച്ചുകൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് കട്ടിലേക്ക് ഇരുത്തി. പതിയെ അവന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. അവളുടെ ഉള്ളിൽ നിറഞ്ഞ വാത്സല്യത്തിന്റെ പ്രതിഫലമെന്നോണം അവൾ വലതു കൈകൊണ്ട് അവന്റെ ആ ചുരുണ്ട മുടിയിഴകളിൽ വിരലൊടിച്ചു. വർഷങ്ങളോളം അനുഭവിക്കാതെ കിടന്ന സ്നേഹം ഒരു കൊടുങ്കാറ്റ് കണക്കെ തന്നിലേക്ക് പെയ്തിറങ്ങുന്നത് രാമന് സഹിക്കാനായില്ല. അവന്റെ കണ്ണുകൾ പാതി കൂമ്പിയടഞ്ഞു. ഭാരതി കുഞ്ഞമ്മ അത് കണ്ടു. അവർക്ക് എന്തൊക്കെയോ പോലെ തോന്നി. തന്റെ ഈ സാമീപ്യം അവനിൽ മൃദുല വികാരങ്ങൾ പടർത്തുന്നു എന്നവർക്ക് മനസ്സിലായി. കുഞ്ഞമ്മ മുഖമുയർത്തിക്കൊണ്ട് അവനെ ഒന്ന് നോക്കി. വന്നു കയറിയപ്പോൾ അമ്മയെന്ന സ്ഥാനം ഭാരതി കുഞ്ഞമ്മയ്ക്ക് അവൻ നൽകിയെങ്കിലും ഇപ്പോൾ ചില മാറ്റങ്ങൾ അവനിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ തനിക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ നഷ്ടപ്പെടുത്താൻ അവൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. മോന് എന്ത് വേണമെങ്കിലും ഈ അമ്മയോട് തുറന്നു പറയാൻ മടിക്കരുത് കേട്ടോ. എന്താഗ്രഹമുണ്ടെങ്കിലും ഈ അമ്മ നിറവേറ്റിത്തരും. അതാണ് അമ്മയ്ക്ക് ഇഷ്ടം. പുഞ്ചിരിച്ച മുഖത്തോടെ അവർ പറഞ്ഞു. അങ്ങനെ അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഉറക്കമുണർന്നപ്പോൾ കുഞ്ഞമ്മ കണ്ടത് തന്നെ കെട്ടിപ്പിടിച്ചു സുഖമായി ഉറങ്ങുന്ന രാമനെയാണ്. അവന്റെ തലയിലൊന്ന് തഴുകിക്കൊണ്ട് കുഞ്ഞമ്മ പതിയെ എഴുന്നേറ്റു. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട് ഉണ്ണിത്താൻ. നേരത്തെ എഴുന്നേറ്റോ? കുഞ്ഞമ്മ ചോദിച്ചു. ആ, ഒറ്റയ്ക്കല്ലേ കിടന്നത്. നിന്റെ ചൂട് കിട്ടാത്തോണ്ടായിരിക്കും ഉറക്കം തീരെ വന്നില്ല. നേരത്തെ എഴുന്നേറ്റു. ഇവിടുന്ന്. ഈ പ്രായത്തിലാ ഒരു കിന്നാരം. ഞാൻ ചായ ഇട്ടോണ്ട് വരാം. ഒരു ചിരിയും ചിരിച്ച് അടുക്കളയിലേക്ക് പോകാനൊരുങ്ങിയ കുഞ്ഞമ്മയെ നോക്കി ഉണ്ണിത്താൻ ഇങ്ങനെ പറഞ്ഞു. ഡോ പെമ്പ്രന്നോത്തി, ഇതിനൊന്നും പ്രായമൊന്നുമില്ല കേട്ടോ. അത് മാത്രമോ, നിന്റെ ഈ ശരീരവടിവൊക്കെ കണ്ടാൽ 90 വയസ്സായ കിളവന്മാർക്ക് പോലും. മതി നിർത്ത്. ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. കുഞ്ഞമ്മ തിരിഞ്ഞു നടന്നു. ഉണ്ണിത്താൻ ചിരിച്ചുകൊണ്ട് കുഞ്ഞമ്മയുടെ തെന്നിക്കളിക്കുന്ന പിന്നഴകിലേക്ക് നോക്കി വെള്ളമിറക്കി. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. രാമനിപ്പോൾ 22 വയസ്സായി. ഒരൊത്ത പുരുഷന്റെ എല്ലാ ലക്ഷണവും അവനിലുണ്ടായിരുന്നു. ഉണ്ണിത്താൻ കുറെ കൂടി ക്ഷീണിതനായി. പക്ഷേ ഭാരതി കുഞ്ഞമ്മ ഓരോ ദിവസവും കഴിയും തോറും ഒന്നിനൊന്ന് മെച്ചമായി വരികയാണ്. അങ്ങനെ ഒരു കർക്കിടക മാസത്തിലെ ഒരു ദിവസം രാവിലെ തുടങ്ങിയ മഴയാണ്. ഉണ്ണിത്താൻ സിറ്റൗട്ടിൽ മഴയിലോട്ട് നോക്കി ഇരിപ്പാണ് രാവിലെ മുതൽ. കുഞ്ഞമ്മ അടുക്കളയിൽ പാചകം നടക്കുന്നു. കുഞ്ഞമ്മയെ രാമൻ അടുക്കളയിൽ സഹായിച്ചും കൊണ്ടുവരുന്നു. എപ്പോഴും അവരെ തൊട്ടുരുമിയിരിക്കാൻ അവൻ ആഗ്രഹിച്ചു. കുഞ്ഞമ്മയും അതൊരു രസമായി കരുതി. അന്ന് രാത്രി കുഞ്ഞമ്മ ഉണ്ണിത്താനോട് പറഞ്ഞു, ഞാനിന്ന് അവന്റെ മുറിയിൽ കിടക്കുകയാണ്. ആ, നീ കിടന്നോ. എന്നെ വെളുപ്പിനെ ഒന്ന് വിളിക്കണം. എനിക്കൊരു വഴി വരെ പോകാനുള്ളതാ. അതും പറഞ്ഞിട്ട് ഉണ്ണിത്താൻ കിടക്കാനായി പോയി. കുറച്ചു കഴിഞ്ഞ് ഉണ്ണിത്താന്റെ കൂർക്കമ്മലി കേട്ട് ഒരു ചെറുപുഞ്ചിരിയോടെ കുഞ്ഞമ്മ രാമന്റെ മുറിയിൽ കയറി വാതിലടച്ചു. മോൻ ഉറങ്ങിയോടാ? അവർ ചോദിച്ചു. ഇല്ലമ്മേ, അമ്മ വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കുഞ്ഞമ്മ ചെന്ന് കട്ടിലിന്റെ ഓരം ചേർന്ന് കിടന്നു. ലൈറ്റ് അണച്ചേരാ മോനെ. അവൻ ലൈറ്റ് അണച്ചു. അപ്പോഴും പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. മോന് തണുക്കുന്നോടാ? കുഞ്ഞമ്മ ചോദിച്ചു. അവൻ മൂളി. മോൻ അമ്മയോട് ചേർന്ന് കിടന്നു. അമ്മ ചൂട് തരാം.
പറഞ്ഞു തീർന്നതും അവൻ കുഞ്ഞമ്മയുടെ അടുത്തേക്ക് നീങ്ങി കെട്ടിപ്പിടിച്ചു കിടന്നു. സ്വല്പം കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മയ്ക്ക് എന്തൊക്കെയോ പോലെ തോന്നി. അപ്പോൾ പുറത്ത് മഴയുടെ ശക്തി കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു.